ഉരുൾ ദുരന്തം വിതച്ച മുണ്ടക്കയിൽ ഗതിമാറി ഒഴുകിയില്ലാതായ പുന്നപ്പുഴയെ സ്വാഭാവിക ഗതിയിലേക്ക് ഒഴുക്കിവിടാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഉരുളിൽ പാറക്കെട്ടുകളും അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയ പുഴയിൽ നിന്നും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തിയാണ് ആദ്യം ആരംഭിച്ചത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പുന്നപ്പുഴ പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയുടെ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. മുണ്ടക്കൈയുടെയും ചൂരൽമലയുടെയും ഇടയിൽ അതിമനോഹരിയായി ഒഴുകിയിരുന്ന പുന്നപ്പുഴ ഉരുൾ വന്നതോടെ ഇല്ലാതായി. പാറക്കെട്ടുകളും അവശിഷ്ടങ്ങളും മാത്രം ബാക്കിയായി. ഗതിമാറിയൊഴുകി അവസാനം ഒന്നുമല്ലാതായി. എന്നാൽ പുന്നപ്പുഴയെ അടക്കം വീണ്ടെടുക്കുക, അതിന്റെ ഗതി നേർവഴിക്ക് വിടുക എന്നുള്ളതും സർക്കാരിന്റെ ലക്ഷ്യമായിരുന്നു. പ്രകൃതിയെ സ്വാഭാവിക പരിണാമത്തിലേക്ക് പോകാൻ അനുവദിക്കുക, അതേസമയം പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെട്ടാൽ ഒഴുകിപ്പോകാനുള്ള ഇടമായി പുഴയെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുന്നപ്പുഴയിൽ അടിഞ്ഞ ദുരന്താവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രാരംഭ പദ്ധതിയും ആവിഷ്കരിച്ചത്. ദുരന്താവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പുഴയിൽ അടിഞ്ഞുകൂടിയ കല്ല്, മണൽ, മണ്ണ് എന്നിവ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. കോഴിക്കോട് NIT-യിൽ നിന്നുള്ള വിദഗ്ധ സംഘം പ്രദേശത്തെത്തി പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞു. മഴക്കാലത്തിന് മുന്നോടിയായി പുഴയുടെ ഗതി തിരിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ മുൻതൂക്കം നൽകുന്നത്. ദുരന്തത്തിൽ 5.7 ദശലക്ഷം ക്യൂബിക് മീറ്റർ അവശിഷ്ടങ്ങളാണ് പുന്നപ്പുഴയിലേക്ക് ഒഴുകി 8 കിലോമീറ്ററോളം ഗതിമാറി സഞ്ചരിച്ചത്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ നദീതീരത്തേക്കുള്ള ഒഴുക്ക് നിയന്ത്രിക്കൽ, നദിയുടെ പുനരുജ്ജീവനം, തീരത്തെ മണ്ണൊലിപ്പിൽ നിന്നും സംരക്ഷിക്കൽ, വെള്ളപ്പൊക്കത്തിൽ കരകൾക്ക് മുകളിലൂടെയല്ലാതെ സുരക്ഷിതമായി കടന്നുപോകൽ, നദീതീരം സുസ്ഥിരമാക്കി വിന്യാസം മെച്ചപ്പെടുത്തൽ എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. പുന്നപ്പുഴ തിരികെ പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. PB ജോഷില, കൈരളി ന്യൂസ്, വയനാട്.